ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അരിയും ഉഴുന്നും ഒന്നും കുതിർക്കാൻ വെക്കാതെ പുളിക്കാൻ വെച്ച് സമയം കളയാതെ ഷടപടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്, പച്ചരിപ്പൊടി. 1 കപ്പ് അളവിൽ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടലമാവാണ്. ഒരു 1/4 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇനി കടലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഒരു 1/2 കപ്പ് അളവിൽ അവലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ മീഡിയം സൈസിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. അത്യാവശ്യം വലുതാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ നേട്ടം എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടിയാണ്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കേണ്ട, ഒരു ചെറിയ പുളിയുള്ള തൈര് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ. തീരെ ലൂസായിട്ടുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് അളവിൽ ചേർക്കാം. നല്ല കട്ടിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. 2 വറ്റൽമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള വറ്റൽമുളകാണ്. നമ്മുടെ ഈ നാടൻ വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണം എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതും കൂടി അതായിരുന്നു അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിത് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇതിലേക്ക് അരിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമ്മുടെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് ഒരല്പം ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടി വരുന്നത്. അതല്ല, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം ഒന്ന് പുളിക്കാനൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ഒരല്പം സോഡാപ്പൊടിയും കൂടി ചേർത്തേക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ സ്മൂത്തായിട്ട് നരച്ചെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ആ ഒരു വെള്ളം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ നരച്ചെടുക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു അളവിൽ തന്നെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കേണ്ടതും. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മാവെല്ലാം അരച്ചൊന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സമയം ഒട്ടും തന്നെ താമസിക്കേണ്ട ആവശ്യമില്ല. വേഗം തന്നെ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ദോശത്തവ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദോശത്തവയിൽ എണ്ണ തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തിട്ട് സാധാരണ ദോശ എങ്ങനെയാണോ ചുറ്റിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ ദോശയ്ക്ക് ഉറപ്പായിട്ടും ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് ഒന്നുകിൽ ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ നമ്മൾ ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരല്പം ബട്ടറാണ് ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം അളവ് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മതിയാവും. തിരിച്ചിടണം എന്നുള്ളവർക്ക് തിരിച്ചിടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരൊറ്റ സൈഡിൽ മാത്രമേ ദോശ വേവിച്ചെടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് മടക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളും ചുട്ടെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 7 ദോശ ഇടാനുള്ള മാവ് നമ്മൾ ഈ 1 കപ്പ് അളവിൽ നമ്മൾ അരി എടുക്കുമ്പോൾ ഉണ്ടാകും കേട്ടോ. ഈ ദോശയുടെ കൂടെ പ്രത്യേകിച്ച് സൈഡായിട്ട് ഒന്നും തന്നെ വേണമെന്നില്ല. നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തേങ്ങാ ചട്നി എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഇതുപോലൊരു ദോശ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.